148 സങ്കീർത്തനം. പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന അതിമനോഹരമായ ഒരു സൃഷ്ടി സങ്കീർത്തനം അഥവാ സാംസ് ഓഫ് ക്രിയേഷനാണ് ഇത്. ആകാശത്തെയും ഭൂമിയെയും ദൂതന്മാരെയും പ്രകൃതിയിലെ സകല വസ്തുക്കളെയും മനുഷ്യരെയും ദൈവനാമത്തെ വാഴ്ത്തുവാൻ ഈ സങ്കീർത്തനം ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മഹത്വവും പരമാധികാരവും എടുത്തു കാണിക്കുന്നതായ ഈ സങ്കീർത്തനം കർത്താവിനെ സ്തുതിക്കുവിൻ എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നു. ചുരുക്കത്തിൽ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ മഹത്വത്തെയും കഴിവിനെയും വാഴ്ത്തുന്ന ഒരു വലിയ കോറസായി 148 സങ്കീർത്തനം നമുക്ക് മനസ്സിലാക്കാം. സങ്കീർത്തനങ്ങൾ 148. യഹോവയെ സ്തുതിപ്പിൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ, അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ, അവൻ്റെ സർവ്വസൈന്യവുമേ അവനെ സ്തുതിപ്പിൻ, സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പിൻ, സ്വർഗാതിസ്വർഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളവുമായുള്ളവയെ അവനെ സ്തുതിപ്പിൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ അവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചുമിരിക്കുന്നു. തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവയെ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ. തീയും കൽമഴയും ഹിമവും ആവിയും അവൻ്റെ വചനമനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പർവ്വജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശവും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലെയായിരിക്കുന്നു. തന്നോടടുത്തിരിക്കുന്ന ജനമായി ഇസ്രായേൽ മക്കളായ തൻ്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. യഹോവയെ സ്തുതിപ്പിൻ, ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ.